ഹായ് ഹലോ അസ്സാം വലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈദ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ആറുനോമ്പൊക്കെ കഴിയാനായില്ലേ, അപ്പോഴാണ് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത്. എന്നാലും വേണ്ടിയില്ല, എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദ് മുബാറക്ക് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈദാശംസകളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്നാലും ആ ഒരു പൊറുതിയേടിന് പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മളെ തലേന്ന് ഇപ്പോൾ പിന്നെ 3:30 അലാറൊക്കെ വെച്ചിട്ട് എണീക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നതാണല്ലോ അല്ലേ. ഇന്നലെ കിടന്നിട്ട് ഉറക്കം തന്നെ വന്നില്ല കേട്ടോ. 2 മണി മൈലാഞ്ചൊക്കെ ഞാൻ ചെറിയ സിമ്പിളാക്കിയിട്ട് ഇട്ടതാണ് നേരെ വൈകിയപ്പോൾ. അങ്ങോട്ട് തന്നെ കിടന്നുറങ്ങിയപ്പോൾ 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അലാറൊന്നും അടിക്കണമെന്നൊന്നും അറിഞ്ഞില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ 4:30 പിന്നാണ് എണീറ്റത്. പിന്നെ എണീറ്റ പാട് വേഗം നിൽക്കണം, ബാത്റൂമിലൊക്കെ പോയി മൈലാഞ്ചൊക്കെ കഴുകി ഒക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് കേട്ടോ അടുക്കളയ്ക്ക്. കാരണം നമുക്ക് 6:45 നമുക്ക് ഈദ്ഗാഹിന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് പണിയൊക്കെ കഴിച്ച് വെച്ചിട്ടാണ് നമ്മൾ പൊതുവേ പോവാതെ. ബിരിയാണിയൊക്കെ ദമ്മ് ചെയ്യും, പായസം വെക്കും, ബീഫാണെങ്കിൽ അതുണ്ടാക്കും, ചിക്കൻ ആണെങ്കിൽ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് നമ്മൾ ഈദ്ഗാഹിന് പോവൽ. അപ്പോൾ അതൊക്കെ ആയി കിട്ടൂല വെച്ചിട്ടുള്ളൊരു ടെൻഷനിൽ വേഗം അടുക്കളയൊക്കെ ഓടിയതാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചിട്ടത് കണ്ടില്ലേ, ഇത് തലേന്ന് ഇടേണ്ടിയിരുന്നു കേട്ടോ, എന്നാലാണ് നല്ലൊരു കളറ് കിട്ടുള്ളൂ. ഇനി നല്ല ചുക്കണ മൈലാഞ്ചിയായിരുന്നു. അപ്പോൾ ഏതായാലും ഇതാ ഞാൻ വന്ന പാടന്നെ നമ്മളെ ഫ്രിഡ്ജിലുള്ള തലേന്ന് റെഡിയാക്കി വെച്ചതൊക്കെ ഇതാ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ട് ചായക്കുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മന്തിക്കുള്ള ചിക്കൻ ഇതൊക്കെ വേവിക്കാനും വേണ്ടി ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കണം, അതുപോലെ പായസം ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം അതൊക്കെ എടുക്കാൻ നിന്നാൽ നമുക്ക് എല്ലാ പെരുന്നാൾക്ക് എത്ര നേരത്തെ ആവണം എന്ന് വിചാരിച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒരു പരക്കം പാച്ചിലേക്കാരട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ ബീഫ് റെഡിയാക്കി കൊടുക്കേണ്ടത്. പിന്നെ സേമിയ പായസം ആയതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. തേങ്ങാപ്പാലൊക്കെ നമ്മൾ തലേന്ന് റെഡിയാക്കി വെച്ചല്ലോ. അപ്പോൾ സാബുനരിയൊക്കെ ഇതാ വേവിക്കാനും വേണ്ടി 2-ാം പാലിൽ വെച്ചെടുത്തിട്ടുണ്ട്. ബീഫ് അതൊക്കെ ഇതാ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് പുറത്ത് അകത്ത് ഒരു പുകയില്ലാത്തൊരു അടുപ്പും കൂടി ഉണ്ടെങ്കിൽ നന്നാവുമായിരുന്നു എന്ന് തോന്നലിട്ടാ. കാരണം നമുക്ക് ഗ്യാസ് അടുപ്പ് തികയില്ല, നമുക്ക് ഈ ഒരു ഗ്യാസ് അടുപ്പല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഒരു അടുപ്പും കൂടി ഉണ്ട്, നമ്മളെ മുന്നത്തെ ഒരു അടുപ്പും കൂടി ഉണ്ട്. പിന്നെ വെക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വെച്ചിട്ടില്ല എന്നുള്ളൂ. അത് മാറ്റിക്കാൻ നമ്മളിപ്പോൾ പുതിയത് വാങ്ങിച്ചതാണല്ലോ ഈ ഒരു കറുപ്പ് ഇത്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മളെ മന്തിക്കുള്ള മസാല ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ പായസം, സേമിയ പായസം നമ്മളിതാ റെഡിയാക്കി 1-ാം പാലൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്ത് റെഡിയാക്കാനുണ്ട്. ഇനി അതൊന്ന് തൂമ്പിച്ചെടുക്കാനുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ആ ഒരു മന്തിൻ്റെ ചെമ്പട്ടി വെച്ചപ്പോൾ തന്നെ ഗ്യാസ് മേൽ ഫുള്ളായി. പിന്നെ വെക്കാൻ നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ. മന്തിക്കുള്ള റൈസൊക്കെ ഞാൻ എണീറ്റ പാടന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് 1 മണിക്കൂറൊക്കെ. പിന്നെ ഞാൻ 6 മണി ആയപ്പോൾ നമ്മളിതൊക്കെ മന്തി മസാല റെഡി ആയിക്കണേ, പായസം റെഡിയായി, അതുപോലെ ബീഫ് റെഡിയായി, ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കന് വന്നതിന് ശേഷം പൊരിക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ 6 മണിയൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചില്ല. കാരണം ഗ്യാസ് മേലായതുകൊണ്ട് പെട്ടെന്ന് കൂടെ തിളച്ച് കിട്ടില്ല. പിന്നെ ഒന്നല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഈദ്ഗാഹിന് പോകേണ്ടി വരും. അപ്പോൾ ആകെ നേരെ വൈകില്ല വിചാരിച്ചിട്ട് വന്നതിൻ്റെ ശേഷം ചോറൊക്കെ ദമ്മിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാത്ത നമ്മളെല്ലാ പണിയും കാര്യങ്ങളും നമ്മളിത് കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പെരുന്നാൾക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, എല്ലതും കഴിച്ചിട്ടാണ് നമ്മൾ ഈദ്ഗാഹിന് പോവുക. വന്നതിന് ശേഷം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പം തന്നെ ചോറൊക്കെ കഴിക്കുകയാണ്, പായസം കുടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട് ചെയ്യൽ. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ മന്തിയെല്ലാം ഒന്ന് ദമ്മിട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈദ്ഗാഹ് 7 മണിക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ വീട്ടിലെത്തും എന്തായാലും. അപ്പോൾ തന്നെ നമ്മളെല്ലാവരും മാറ്റി ഇറങ്ങി നമുക്ക് നല്ല റിലാക്സ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് നേരത്തെ പോകേണ്ടി വരും, അല്ലാതെ നമുക്കൊരു ടെൻഷനാണ്. പിന്നെ സ്ഥലം ഉണ്ടാവില്ല നിൽക്കാൻ എന്നൊക്കെയുള്ള ഒരു വെപ്രാളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ 6:30 കഴിഞ്ഞ പാടന്നെ നമ്മളിതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരുവിധ ആൾക്കാരൊക്കെ അതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആയതുകൊണ്ട് നമുക്ക് മുന്നത്തെ സഫിൽ തന്നെ ഇതാ ഞാനും ഉമ്മയും കുട്ടികളെല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ താത്താരും കാക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെ ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊരു വൈബ് തന്നെയുണ്ട്. പെരുന്നാൾ പറഞ്ഞാൽ ആകെ ഉള്ള രസം എന്ന് പറഞ്ഞാൽ ആ ഒരു 6 മണിക്ക് എണീറ്റ് കുളിക്കുക, പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നേരെ നിസ്കരിക്കാൻ വരിക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അവിടെ എത്തുമ്പോൾ നമ്മളെ ഫാമിലി ആയിട്ടും
നാട്ടുകാരായിട്ടും അയൽവാസികളായിട്ടും നമുക്കറിയുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് അതൊരു പ്രത്യേക രസമാണ്. അത് പോയി നോക്കണം. അങ്ങനെ പോയി നോക്കിയാലാണ് അതിൻ്റെ ഒരു രസം അറിയുള്ളൂ കേട്ടോ. പോയവർക്ക് പിന്നെ നമ്മൾ പറഞ്ഞ ഫീലിങ്സൊക്കെ അറിയും. അല്ലാത്തവർ ഇങ്ങനെ ഒന്ന് പെരുന്നാൾ നിസ്കാരത്തിന് പോയി നോക്കണ്ട. അതൊരു പ്രത്യേക രസം. പെരുന്നാളിൻ്റെ വൈബ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു പെരുന്നാൾ നിസ്കാരത്തിന് പോവാന്നുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞ് ആ ഫുഡ് കഴിക്കലും കൂടി കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞ്. പിന്നെ ഇവിടെ എത്തി നമുക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നേരം തെക്ബീറൊക്കെ ചൊല്ലി അങ്ങനെ ഇരിക്കുകയൊക്കെയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ പോന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പുറത്ത് റോഡ് സൈഡിലൊക്കെ ആയിട്ട് സൈഡാക്കി അവിടുന്ന് നടന്നൊക്കെ അങ്ങോട്ട് പോരേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ തന്നെ അങ്ങനെ നമ്മളെ പെരുന്നാൾ നിസ്കാരമൊക്കെ നല്ല റാഹത്തായിട്ട് കഴിഞ്ഞ് പിന്നെ അതൊക്കെ നല്ല അടിപൊളി കുത്തുബ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല സമാധാനത്തോട് പിന്നെ മക്കളൊക്കെ കൂടെ മോള് കാക്കാൻ്റെ കൂടെ അവിടെ. പിന്നെ നമുക്ക് നമ്മൾക്ക് പിന്നെ ചെറിയ ഗിഫ്റ്റും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ ഇതുപോലത്തെ ഒരു ഈദ് മുബാറക്കൊക്കെ എഴുതിയിട്ടുള്ളൊരു ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ല ഉപകാരമായി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ഒരു പോരുന്ന തിരക്കിൽ മക്കൾക്കൊക്കെ ചായ ഒക്കെ പാർന്ന് റെഡിയാക്കി വെച്ച് അവർ കാൽച്ചായും ബ്രെഡ് ഉണ്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ പഴം പുഴുങ്ങിയതും ചായയുടെ കുടിക്കൽ. ഇന്ന് ഏതായാലും ബ്രെഡാക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ബ്രെഡും ചായ ഉണ്ടാക്കിയത്. ചിലപ്പോൾ നമ്മൾ പത്തിരി പിന്നെ ബീഫ് വരട്ടിയതൊക്കെ ആക്കി അങ്ങനെ കുടിക്കും. നമ്മൾ ഈ ഒരു 6:45 പോകുമ്പോൾ നമുക്ക് ചായയും കടിയും കുടിച്ചിട്ട് പോകാൻ കഴിയില്ല. പിന്നെ വന്നതിന് ശേഷം നമ്മൾ ചായയും കടിയും കുടിക്കാൻ നിൽക്കും. നമ്മൾ നേരെ പെരുന്നാൾ ചോറ് കഴിക്കലാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഓർക്കൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഞാൻ കുടിക്കാൻ വന്ന നേരമൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കുടിക്കാൻ മറന്ന് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ മറന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താണ് പെട്ടിയിൽ വിചാരിച്ചുകൊണ്ട് വേഗം ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതൊക്കെ ഉണ്ട് കേക്കും വെള്ളവും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിച്ച്. അതുകൊണ്ട് നമുക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ ഒരു കാളിച്ചുണ്ടാവില്ല വയറിന്, അതൊക്കെ ഉണ്ട് മാറിയിട്ടാ. നല്ല പിന്നെ സമാധാനത്തോടു കൂടി നമുക്ക് പിന്നെ ദ്വായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സമാധാനത്തോടു കൂടി പിന്നെ പ്രാർത്ഥിക്കാനും ഇതിനൊക്കെ പറ്റിയിട്ടാ. ഫലസ്തീനികളെ വിജയിപ്പിക്കണേ നാഥ. അല്ലാഹുവേ, ഖുദ്സിന്റെ മണ്ണിൽ ഖുദ്സിന്റെ വിമോചനം കണ്ട് മരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരൻ അങ്ങനെ ദുആയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ നമ്മൾ പിന്നെ ഒരേ നിൽപ്പ് നിൽക്കുകയാണ് കേട്ടോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരുതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ഫലസ്തീനിലെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നെ കുറച്ച് മുദ്രാവാക്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ. നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളിവിടെ നല്ല പെരുന്നാളും ഇതൊക്കെ കൂടി ആഘോഷിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു മുദ്രാവാക്യം ഇതൊക്കെ കേട്ടപ്പോൾ കണ്ണിന്ന് എന്താ പറയുക എന്താ ഒരു രോമാഞ്ചം വരിക. എന്താ പറയേണ്ടി അറിയില്ല, അനുഭവിച്ചപ്പോഴേ ആ ഒരു ഫീലിംഗ് അറിയുള്ളൂ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്താൽ ഇപ്പം കോപ്പിറൈറ്റ് എന്തെങ്കിലും വന്നാലോ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ആക്കി എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഫാമിലീസിനെ കാണലും എല്ലാവരും പരിചയമുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ ഈദ് മുബാറക്ക് ഷെയർ ചെയ്യലും ആയിട്ട് ഒരു ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലത് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് മക്കൾക്ക് സന്തോഷമാവാൻ ഹൈസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല അടിപൊളി പാലൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തിന്നതാ നമ്മൾ പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞാൻ ചെരുപ്പൊക്കെ നമ്മൾ അടുത്ത് തന്നെ വെച്ചിരിക്കുകയായിരുന്നു. കാരണം അത്രക്കും ജനങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ മക്കളൊന്നും അതിൻ്റെ അടിയിൽ കാണാനില്ല. ഞാൻ പിന്നെ കാക്കൻ്റെ വണ്ടിയിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ വേഗം അവിടെ പോയി ഇരുന്നു കേട്ടോ. എന്തൊക്കെയാണ് ഓരോ പോസ്റ്ററുകൾ റെഡി ആക്കിയിട്ട് കണ്ടില്ലേ. അവൻ ഞങ്ങൾ വണ്ടി പോയി കയറി ഇരുന്ന് പിന്നെ കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ടിൻ്റെ ശേഷമാണ് പിന്നെ നമ്മളിതാ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം പോകും. പിന്നെ വണ്ടികൾ ഇട്ട് സൈഡ് എടുക്കലും കൂടെ ഒക്കെ ആയിട്ട് പിന്നെ അരമണിക്കൂർ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ആ പോണ തിരക്കിൽ നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും ഒന്നും മാറ്റിയത് കണ്ടിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ പെരുന്നാൾ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻ്റ് ആക്കിയിട്ടാണ്. ഞാൻ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് നമ്മളെ ഡ്രസ്സൊക്കെ ഇഷ്ടമായി എന്ന് അറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കാക്ക ഇതൊക്കെയാണ് ഷർട്ടും തുണിയാണ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ എൻ്റെ ഡ്രസ്സ് കണ്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങളെ കുഞ്ഞു ഫാമിലി ഞങ്ങളല്ലാതെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കേണ്ട. അപ്പം ഉമ്മ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ കസേരയിൽ വന്നിരുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ആ ഒരു ധൃതിയിൽ പിന്നെ മാറ്റിക്കാണ്ട് പോയതില്ല. അപ്പം ഞാൻ പിന്നെ കണ്ണാടൻ്റെ മുന്നിൽ വന്നിട്ട് നോക്കി. ഞാനെന്നെ എന്നെ ശരിക്കും കണ്ടിട്ടില്ല, മാറ്റി വരികില്ല. കാരണം ഒരു വെപ്രാളാണ് ആ ഒരു നേരത്ത്. അപ്പം പിന്നെ ഞാനത് വന്ന് നോക്കിയതാണ് കേട്ടോ എന്താ പാടെന്നൊക്കെ അറിയാൻ. ഞാൻ ഷോളൊന്നും ഇങ്ങനെ ചുറ്റിടണം എന്നല്ലേ എന്നിട്ട് പ്ലാനിങ് പിന്നെ ഒരു ധൃതിയിലുള്ള ഒരു ചുറ്റലും കെട്ടലും ഇതാക്കലൊക്കെയാണ്. അപ്പോൾ നമ്മൾ മൈലാഞ്ചി പിന്നെ ഈദ്ഗാഹിൻ്റെ ആ ടൈമിലൊന്നും ചോന്നിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടില്ല നല്ല ചുവപ്പായി വരുന്നത്. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ചോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ ഈദുംബറൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആക്കി എടുത്തതിന് പിന്നെ ഞാൻ വേണ്ട വെച്ചതാണ് കേട്ടോ, സൗണ്ട് കുറച്ച് വെച്ചതാണ്. അങ്ങനെ നമ്മളെ പെരുന്നാൾക്കത്തെ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റിയതാ, നമ്മൾ പിന്നെ കുളിച്ചിട്ട് മാറ്റാനുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾക്ക് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. അപ്പോൾ അത് നമ്മൾ ചുരിദാറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പുതിയ ഡ്രസ്സ് ഇനിയിപ്പോൾ ഇനി വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇടും. അപ്പോൾ അങ്ങനെ അല്ലേ, വീട്ടിൽ നിന്ന് ഇടാൻ ഒരു ഡ്രസ്സ്, പിന്നെ നമ്മൾ പുറത്ത് ഇങ്ങനെ പള്ളിക്കൊക്കെ പോകുമ്പോൾ ഒരു ഡ്രസ്സ്, അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ വീടിൻ്റെ കോലം കണ്ടില്ല, ഉള്ളിൽ രാവിലത്തെ ആ ഒരു ഓട്ടത്തിൻ്റെ അടിയിൽ ടേബിളുമ്മൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും, റൂമിലെല്ലാം കൂടി വലിച്ചു വാരി കിടക്കുന്നുണ്ടാവും, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പോൾ അടിച്ചു വാരലും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി വന്നതിൻ്റെ ശേഷം ഉണ്ട് ചെയ്യാം, അല്ലാതെ നമുക്ക് ചെയ്യാൻ ടൈമും ഇല്ല. പിന്നെ ഇനി ടൈം ഉണ്ടെങ്കിൽ തന്നെ വന്നതിൻ്റെ ശേഷം ചെയ്യണതാണ് ഏറ്റവും നല്ലത്. എന്തായാലും നമ്മൾ മാറ്റി ഒരുങ്ങുമ്പോൾ അതും ഇതൊക്കെ ആയിരിക്കും തന്നെ. ഞാൻ ഡ്രസ്സിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ തലേന്നൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടല്ലോ, ആ ധൃതിയിലുണ്ടാവില്ല കൂടി വലിച്ചു വാരിടാനും. അപ്പം ഞാൻ അടുപ്പത്ത് വേഗം ചോറിനുള്ള വെള്ളം വെച്ച് കണ്ടെടുക്കണം, ആകൊക്കെ ഒന്ന് തട്ടിക്കുട്ടൊന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട്, ബെഡ്ഷീറ്റ് വിരിക്കാനുള്ള വിരിച്ചിട്ടുണ്ട്, അങ്ങനത്തെ പണികളൊക്കെ കഴിച്ച് ആകെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വരാനുള്ള സമയം ഉണ്ടല്ലോ, ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി, പിന്നെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിച്ചു കിട്ടാം. അപ്പോൾ പിന്നെ പായസമൊക്കെ ഒന്ന് പിന്നെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ദമ്മിടണതൊക്കെ ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണമല്ലേ മന്തി. അപ്പോൾ ഞാൻ മന്തിൻ്റെ മസാല റെഡിയാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഹൈ ബട്ടണിൽ കൊടുക്കാം കേട്ടോ. അങ്ങനെ ഏതായാലും ഇതൊക്കെ നമ്മളെ മന്തി ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പുകച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പായസം പിന്നെ അണ്ടിയും പരിപ്പും അല്ല സോറി എന്തൊക്കെയാണ് പറഞ്ഞത്, പിന്നെ അണ്ടിയും മുന്തിരിയും ഒക്കെ ഇട്ടുകാണുന്നതാ ഒന്ന് പിന്നെ തൂമ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പായസമൊക്കെ റെഡിയായി, പായസമൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയും കാക്കയും കൂടെ കാക്കാരെ വീട്ടിലൊക്കെ കണ്ട് പോയിട്ടുണ്ട് കേട്ടോ, മൂത്തച്ഛൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ചോറ് വന്നപ്പോഴാണ് അപ്പോൾ വന്നതിൻ്റെ ശേഷം കഴിക്കാമെന്ന് പറഞ്ഞു. മറ്റേ നമ്മൾ വന്നോടുമ്പോൾ ചോറ് കഴിക്കണം, അത് വന്ന പാട് ഇപ്പോൾ ദമ്മിട്ട് നമ്മളെ പരിപാടികളൊക്കെ ഒരു 9:30 ആയപ്പോഴത്തേന് ദമ്മിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഏകദേശം 10 മണി 10:30 ഉള്ളിൽ നമ്മൾ ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും അവിടെയൊക്കെ പോയിട്ട് വരാം, അങ്ങോട്ട് ചോറ് കഴിക്കാമെന്നും പറഞ്ഞ് ഒന്ന് മസാല ഒക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോൾ പിന്നെ എനിക്ക് ഒരുപാട് സമയം ബാക്കിയായിട്ടാണ്, പിന്നെ അവർ പോയിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ ഞാനിതൊക്കെ സിറ്റ് ഔട്ടും അടുക്കളയും വർക്ക് ഏരിയയൊക്കെ ഒന്ന് തുടച്ച് അടുക്കളൊക്കെ ഒന്ന് പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനാക്കി. അതിൻ്റെ ഇടയിൽ ബാക്ക് ഭാഗം മുറ്റം ഇന്നലെ അടിച്ച് കയറ്റിട്ടില്ലായിരുന്നു കേട്ടോ, അപ്പോൾ ആകെ വൃത്തികേടായി കിടക്കിന്. ഫ്രണ്ടിൽ അങ്ങനെ കച്ചറിയും കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ബാക്ക് ഭാഗത്തെ മുറ്റം കൊണ്ട് അടിച്ചു വാരി പിന്നെ അടിച്ചു വാരി കേട്ടോ. പിന്നെ ഓര് വന്നപ്പോൾ ഓര് കാക്കാൻ്റെ അടുത്തുനിന്ന് അവരും തന്നെ പിന്നെ നിസ്കാരം കഴിഞ്ഞ് വന്ന പാട് ചോറ് കഴിക്കും കേട്ടോ. അപ്പോൾ അവരെ കൊടുത്തിട്ട് കുറച്ച് ചോറൊക്കെ വെറുതെ ഒന്ന് കഴിച്ചു പറഞ്ഞ്. അങ്ങനെ ഏതായാലും പകുതിയായി കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ 11 മണി. നമ്മൾ ആദ്യമായിട്ടാണ് പെരുന്നാൾ അതിൻ്റെ ശേഷം 11 മണിക്ക് ചോറ് കഴിക്കണം, അല്ല നമ്മൾ ആ ഈദ്ഗാഹ് കഴിഞ്ഞ് 9 മണിയാണെങ്കിൽ 9 മണി, 10 മണിയാണെങ്കിൽ 10 മണി, ആ ഒരു ടൈമിലാണ് നമ്മൾ പിന്നെ ചോറ് കഴിക്കൽ. ഇപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നേരം വൈകിക്കണം. അങ്ങനെ ഇതാ നമ്മൾ പിന്നെ മന്തിയൊക്കെ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ചിക്കൻ ഞാൻ അതിൻ്റെ അടിയിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്, ബീഫ് ഒന്ന് പിന്നെ ചീരുള്ളിയൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് തൂമ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ബീഫും മന്തിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പുഡിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ കണ്ടു പോവട്ടെ. പിന്നെ മക്കളൊക്കെ ഇതാ ഡ്രസ്സ് മാറിയിട്ടുണ്ട് കേട്ടോ, അവർക്ക് പിന്നെ വീട്ടിൽ നിന്ന് ഇടാൻ വെച്ചിട്ട് ഡ്രസ്സൊന്നും വാങ്ങിച്ചിട്ട് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഇതാ നമ്മൾ ഇനി എല്ലാവരും കൂടി ചോറൊക്കെ കഴിക്കട്ടെ. അമ്മ അവിടെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം ഞാനിതൊക്കെ എനിക്ക് ചോറ് കഴിക്കുമ്പോൾ ഇങ്ങനെ സമാധാനത്തോടു കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പ്ലേറ്റിക്ക് വിളമ്പി വെക്കും കേട്ടോ. ചിക്കനും ബീഫും ഒക്കെ എടുത്തതിന് ശേഷം ഇങ്ങോട്ട് ഇരിക്കുള്ളൂ, അല്ലാതെ പിന്നെ അത് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, തിന്നൊരു ഇത് കിട്ടില്ല. എനിക്കൊരു സമാധാനത്തോടു കൂടി തിന്നണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്യണവരാരെയും ഉണ്ടാവുന്ന കമൻറ്റ് ആക്കിയിട്ടാ. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ചോറൊക്കെ കഴിക്കട്ടെ. ഇനി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്ന് കിടന്നുറങ്ങുക. കാരണം നമ്മൾ നേരത്തെ ഉറങ്ങണമല്ല, നല്ലൊരു ഉറക്കം ഉറങ്ങും കേട്ടോ ചോറും കഴിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ വിരുന്നേരൊക്കെ വരും, പിന്നെ പോകാനുള്ളടത്തേക്ക് പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം ഫുഡൊക്കെ ഞാൻ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ചുകാണ്ട് കാരണം ഭയങ്കര ക്ഷീണം, തലേന്നൊന്നും ഉറങ്ങാഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കിടന്നിട്ടും കേട്ടോ ഇവിടെ ഉറക്കം വരണമെന്നില്ല. ഒരു ചൂടുമ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ എന്തുകൊണ്ട് നല്ല AC ഒക്കെ ഇട്ടുകാണ്ട് അവിടെ റൂമിൽ അടച്ച് കുത്തിർന്ന് ഫോണും നോക്കിയിരുന്നു കാണും. പക്ഷേ കിടന്നിട്ട് ഉറക്കം വന്നില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് വിരുന്നേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ
പിന്നെ അങ്ങനെയൊക്കെ ആയി ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അവർക്കുള്ള പായസമൊക്കെ ഇതാ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആർക്കും പായസത്തിനൊന്നും ആവശ്യമില്ല കേട്ടോ, കാരണം പോയിടത്തു നിന്നൊക്കെ ഈ പായസം ജ്യൂസ് ഇതൊക്കെ തന്നെയല്ലേ കുടിക്കുന്നത്. പെരുന്നാളാകുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഒക്കെ ഒരുക്കി വെച്ചിട്ട്, അപ്പോൾ അവർക്കൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ കിടക്കാനും ഇതിനൊന്നും നിന്നില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്ന് കുറേ ഫോട്ടോസും റീൽസും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിച്ച് പിന്നെ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മരിബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എല്ലാവരും പിന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് കാക്കാരും താത്താരും കുട്ടികളും ഒക്കെ ഉണ്ടായിട്ട് പിന്നെ ആകെ രസമായിരുന്നു കേട്ടോ. പടക്കം പൊട്ടിക്കലും ഇതൊക്കെ ആയിട്ട് രസമായി സംഭവം. അപ്പോൾ ഇവിടെ കുട്ടികൾ പടക്കം പൊട്ടിക്കാൻ ഭയങ്കര തിരക്കേന്. പൊട്ടിക്കൽ തുടങ്ങിയപ്പോൾ ഒറ്റൊന്നും അങ്ങോട്ട് അടുക്കണില്ല കേട്ടോ, ഒക്കത്തിനും പേടി. ഇന്നലെ പൊട്ടിച്ചാഞ്ഞിട്ട് ഇവിടെ ഭയങ്കര തിരക്കേന്, ആരും ഇങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്നില്ല. പിന്നെ പൂത്തിരി കത്തിച്ചാൽ നിന്നപ്പോഴാണ് കുറച്ചൊക്കെ ഒരു പേടി ഇതൊക്കെ മാറി. കൈക്കലൊക്കെയാണ് കൊടുത്തതാണ്, പേടിച്ചിട്ട് നിൽക്കുക. അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ട് നല്ല പല പല കളറിലായിട്ട് ഇങ്ങനെ കത്തുമ്പോൾ ചുവപ്പും പച്ചയും മഞ്ഞൊക്കെ ആയിട്ട് കളറിലായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ നിങ്ങൾ പെരുന്നാൾ വിശേഷവും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കിയിട്ടാ, എന്തൊക്കെയാണ് വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളാകെ കളറായിരുന്നു. പെരുന്നാളൊക്കെ ഉഷാറായിട്ട് റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇത് പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 9:30 ആയപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ചോറ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മളെ മന്തി എല്ലാവർക്കും ഇഷ്ടമായിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, ബീഫാണെങ്കിലും ഒക്കെ ഇട്ടാ. പിന്നെ തെക്കണ് അതിൻ്റെ ഇടയിൽ ഇവിടെ പടക്കം പൊട്ടിച്ചപ്പോൾ ചെടിച്ചട്ടീൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് ചെടിച്ചട്ടീൻ്റെ ചട്ടി പ്ലാസ്റ്റിക് ചട്ടിയായിരുന്നു ഒന്നാകെ കത്തിയിട്ടാ. എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട്, അല്ല ഞാൻ പിന്നെ അടുത്ത ചട്ടിമൊക്കെ പിടിച്ചില്ല, വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ അണക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കലൊക്കെ എടുത്ത് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ എടുക്കാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം കേട്ടോ. പിന്നെ ഇതാ അടുത്ത ദിവസം ഒരു 12 മണിൻ്റെ ശേഷം കേട്ടോ നമ്മളിതാ എൻ്റെ വീട്ടിലേക്ക് പോകണത്. അപ്പോൾ ഞാൻ തലേന്ന് ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാദാ ചോറൊക്കെ വെച്ചാൽ മതി എന്നൊക്കെ, കാരണം ബിരിയാണിയൊക്കെ രണ്ടായിരം തിന്നപ്പോൾ തന്നെ മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ വലിയ അമ്മായി ഉണ്ട്, പിന്നെ രണ്ടാമത്തെ അമ്മായിൻ്റെ, ചെറിയ അമ്മായി അന്ന് രാവിലെ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവർ നാടൻ ചോറും കറിയും പപ്പടും ചിക്കൻ പൊരിച്ചതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നെയ്പൊറുതേടും ഇതൊക്കെ നെയ്ച്ചോറും പിന്നെ ചിക്കൻ മുളക് ഇട്ടത് അതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് വരുമെന്ന് വിചാരിച്ചിട്ട് ഇവർ മന്തിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മന്തി പിന്നെ അതേപടി ഫ്രിഡ്ജിക്ക് എടുത്തൊക്കെയുണ്ട് ചെയ്തിട്ടുണ്ട്. വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അമ്മ അതും ചൂടാക്കി കണ്ടതാ മന്തി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തലേന്ന് മന്തി ആയതുകൊണ്ട് നമുക്ക് ആർക്കും മന്തി കഴിയും, എല്ലാവർക്കും നാടൻ ചോറിനാണ് കേട്ടോ പൂതി. പിന്നെ മക്കളും മോനൊക്കെ പിന്നെ മന്തിയും നെയ്ച്ചോറും അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുന്നാളിൻ്റെ രണ്ടാം പെരുന്നാളില്ലല്ലേ, ചെറിയ പെരുന്നാൾക്ക് ഇന്നാൾ നമ്മളെ പെരുന്നാളിൻ്റെ എൻ്റെ വീട്ടിലത്തെ വിശേഷം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതായാലും ഇതാ അമ്മായിനെയും കൂടി കണ്ടപ്പോൾ പിന്നെ സമാധാനമായിട്ടാണ്, അവരെല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരു സന്തോഷമായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചോറൊക്കെ കഴിക്കട്ടെ. പിന്നെ വലിയ അമ്മായിക്ക് ഭയങ്കര വിശ്വാസമുണ്ട്, ഞങ്ങളെ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കണില്ല, വിശ്വാസമല്ല അങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പം മന്തിൻ്റെയും ചിക്കൻ്റെയും ഇതിൻ്റെയൊക്കെ മണം പറ്റാഞ്ഞിട്ട് ഇതൊക്കെ അടുക്കളയിൽ വന്ന് കണ്ടാണ് കഴിക്കണത് എന്താണെന്ന് വെച്ചാൽ നെയ്ച്ചോറും അതുപോലെ ചക്കല്ലേ, ചക്ക വറുത്തുകാണ്ട് ഉപ്പേരി ഉണ്ടാക്കുമല്ലോ അതും, പിന്നെ ഉമ്മാൻ്റെ പപ്പായ അച്ചാറുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പപ്പായ അച്ചാർ, അതും കൂട്ടിയിട്ടാണ് കേട്ടോ അമ്മായി ചോറ് കഴിക്കുന്നത്. അമ്മായിക്ക് അതേ പറ്റുള്ളൂ, വേറെ ഇറച്ചിയോ മീനോ അങ്ങനത്തെ ഒന്നും പറ്റൂല കേട്ടോ. അപ്പോൾ മാറി ഇരുന്നിട്ട് അടുക്കളയിൽ ഇരുന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡൈനിഹാളിലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിൻ്റെ ശേഷം ഇതൊക്കെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത പറമ്പൊക്കെ ആകെ പിന്നെ മതിലൊക്കെ കെട്ടി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോണത് എടുക്കുക വെച്ചാൽ അപ്പോൾ പുതിയ കട ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് അമ്മായിൻ്റെ വീടിൻ്റെ മുന്നിലുള്ള റൂമാണ് കേട്ടോ, അമ്മായിൻ്റെ ആണ് ഇത് റൂം. അപ്പോൾ അതിൽ അപ്പോൾ ഇതൊക്കെ പുതിയ കട ഇപ്പം നോമ്പ് ലാസ്റ്റുകൾ ആണ് കേട്ടോ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കാണല്ല വെച്ചിട്ട് വന്നതാണ്. അങ്ങനെ ഏതായാലും എന്താ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെയാണ്. അപ്പോൾ മക്കളിതാ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ, അവർക്ക് പെരുന്നാൾ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ട്, കൊടിഞ്ഞിന്നും കിട്ടിയിട്ടുണ്ട്, ഇതാ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്, ഉമ്മാൻ്റെക്കും അമ്മായിൻ്റെ അടുക്കും ഒക്കെ കേട്ടോ. അപ്പോൾ ആ ഒരു പൈസ ഉണ്ടെന്ന തിരക്കിലാണ് ആൾ. അപ്പോൾ നമ്മളെ പെരുന്നാൾ വിശേഷം കാര്യങ്ങളും ഇത്രയൊക്കെയാണ്. ഇനി നമ്മളെ സാധാ വിശേഷം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരാം. ഓക്കെ.